മലയാളം ബിഗ് ബോസ് സീസൺ 7 നമ്മുടെ അനുമോളും അതേപോലെ തന്നെ ജിഷനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിഷൻ പറയുന്നുണ്ട്, ലാലേട്ടൻ എനിക്ക് തന്ന ടീഷർട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. നമുക്ക് ലാലേട്ടൻ സമ്മാനമൊക്കെ തരും. നമ്മൾ ആ ഒരു രീതിയിൽ ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ നല്ല ചീത്തയുടെ കേട്ടതൊക്കെ പറയുന്നുണ്ട് അനുമോൾ. ആ സമയത്താണ് ജിഷൻ പറയുന്നത്, നമുക്ക് ഇവിടുന്ന് തന്ന എല്ലാ ഡ്രസ്സും തിരിച്ചു വെക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അനുമോൾ പറയുന്നുണ്ട്, എല്ലാ ഡ്രസ്സും നമ്മൾ തിരിച്ച് തന്നെ കൊടുക്കണം. ഞാനാണെങ്കിൽ ബിഗ് ബോസിന് കൊടുക്കാതെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് ബിഗ് ബോസ് വീട്ടിൽ എനിക്കൊരു ലെറ്റർ പ്രത്യേകിച്ച് വന്നു. അനുമോളുടെ പേരിലാണ് ആ ലെറ്റർ വന്നത്. ആ ലെറ്ററിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ബിഗ് ബോസ് വീട്ടിൽ നിന്നും ബിഗ് ബോസ് തന്ന ഡ്രസ്സുകളെല്ലാം തിരികെ സ്റ്റോർ റൂമിൽ കൊണ്ട് വെക്കാനായിരുന്നു. ഞാനപ്പോൾ തന്നെ ആ ഡ്രസ്സെല്ലാം കൊണ്ട് സ്റ്റോർ റൂമിൽ വെച്ചു. ഞാനതെല്ലാം വീട്ടിൽ കൊണ്ടുപോകാമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ ബിഗ് ബോസ് അത് സമ്മതിച്ചില്ല. ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ എല്ലാ വിഷമങ്ങളും മാറി. ഇനി ഞാൻ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും സമാധാനത്തോടെയാണ് ഈ വീട്ടിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പോൾ ജിഷൻ പറയുന്നുണ്ട്, എല്ലാവരുമായിട്ട് സംസാരിച്ച് എപ്പോഴും ഇരിക്കണം. ഒറ്റയ്ക്ക് ഇരിക്കാൻ പാടില്ല. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് നിനക്ക് പല തരത്തിലുള്ള ചിന്തകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും സന്തോഷിച്ച് നീ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിനക്ക് പഴയ ചിന്തകളൊന്നും വരില്ല. ഞാൻ ഇനി അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാനോ ആ ചിന്തകളിലേക്ക് പോകാനോ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നും അനുമോൾ പറയുന്നുണ്ട്.